ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു വന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏജസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പല ടോപ്പിക്സ് ഉണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ബേസ് ആയിട്ട് എടുത്ത് ചെയ്യാൻ പറ്റിയ നിറയെ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം റേഷ്യോ എന്താണെന്ന്. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് ക്വാണ്ടിറ്റി, ഇപ്പോൾ ആ രണ്ട് ക്വാണ്ടിറ്റിയെ നമ്മളെടുത്ത് കമ്പയർ ചെയ്യുന്നതിനാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് ആകാം, ഏജസ് ആകാം, ഇൻകം ആകാം, സേവിങ്സ് ആകാം, എനിത്തിങ്, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മളെടുത്ത് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻകം 100 റുപ്പീസാന്ന് വെച്ചോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻകം, ഇപ്പോൾ എൻ്റെ ഇൻകം 1 എന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻകം 200 റുപ്പീസ്. ഓക്കെ, ഈ രണ്ടിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? അപ്പോൾ ഇൻകം 1 ഡിവൈഡഡ് ബൈ ഇൻകം 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 200. 0 ക്യാൻസലായി, അത് എന്ത് കിട്ടും? 1:2. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്റുവിലാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ കമ്പയർ ചെയ്യുന്ന ക്വാണ്ടിറ്റി സെയിം ആയിട്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഹൈറ്റാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് വിത്ത് ഹൈറ്റ് കമ്പയർ ചെയ്യണം, ഏജ് വിത്ത് ഏജ് കമ്പയർ ചെയ്യണം, ഇൻകം വിത്ത് ഇൻകം കമ്പയർ ചെയ്യണം. ഇപ്പോൾ ഫോർ എ ചേഞ്ച് നമ്മൾ ഇൻകം വിത്ത് സേവിങ്സ് അങ്ങനെ കമ്പയർ ചെയ്യരുത്. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ സെയിം ക്വാണ്ടിറ്റി എടുത്ത് കമ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റേഷ്യോനെ പറ്റി പറഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് പ്രൊപ്പോർഷൻ? പ്രൊപ്പോർഷനും ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പ്രൊപ്പോർഷൻ. അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റേഷ്യോ, ഫോർ എക്സാമ്പിൾ A is to B 30:14, C is to D എന്ന് പറയുന്നത് 24:32. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇപ്പോൾ 0 ക്യാൻസൽ ആയി. A is to B എന്ന് പറയുന്നത് 3:4 വരും. ഇതിനെ നമുക്ക് 8th ടേബിളിൽ പോയില്ലേ, 8 3s are then 8 4s are 32. ഓക്കെ, ഇപ്പോൾ A is to B, C is to D, ഇത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ റേഷ്യോ ഈക്വലാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ രണ്ട് റേഷ്യോയും പ്രൊപ്പോർഷനാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? A is to B പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡോട്ട് വരും, പ്രൊപ്പോർഷൻ ടു C is to D. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് പ്രൊപ്പോർഷൻ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് കൺവേർഷൻ ഓഫ് റേഷ്യോ. ഇപ്പോൾ റേഷ്യോനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ A is to B 2:3. അപ്പോൾ A is to B അവർ തന്നിട്ടുണ്ട്. A is to B എന്താണ്? 2:3. നെക്സ്റ്റ് അവർ തന്നിരിക്കുന്നത് B is to C എത്രയാണ്? 3:4 ആണല്ലേ. അപ്പോൾ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? A is to B is to C. അപ്പോൾ ഇവിടെ ഒരു ബി ഉണ്ട്, ഇതിനകത്തൊരു ബി ഉണ്ട്. ഈ രണ്ട് ബീനെയും കൂടെ നമുക്ക് ഒന്നിപ്പിക്കണം. അപ്പം നമുക്ക് ഒന്നിച്ച് A is to B is to C എന്ന് എഴുതാം. A is to B is to C. അപ്പോൾ A is to B എത്രയാണ്? 2:3. B is to C എത്രയാണ്? 3:4. അപ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ കമ്പൈൻഡ് റേഷ്യോ കണ്ടുപിടിക്കാനൊന്നുമില്ല. ഇങ്ങനെ 3 വാല്യൂസ് ആണെങ്കിൽ നമ്മൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 എത്ര കിട്ടും? 6. 3 × 3 9. 4 × 3 12. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി സിംപ്ലിഫൈ ചെയ്യാം. 6:9:12 എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടേബിളിൽ പോകുമ്പോൾ 2 3 4. അപ്പോൾ റേഷ്യോ എത്രയാണ്? 2:3:4. അപ്പോൾ A is to B is to C എന്ന് പറയുന്നത് 2:3:4. ഇപ്പം നെക്സ്റ്റ് പ്രോബ്ലത്തിൽ A is to B തന്നിട്ടുണ്ട്, ദെൻ B is to C തന്നിട്ടുണ്ട്, C is to D തന്നിട്ടുണ്ട്. തനിച്ച് നമുക്കത് ഒന്നിച്ചുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. A is to B എത്രയാണ്? 2:3. B is to C 3:4. C is to D 4:5. അപ്പം ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും, പക്ഷേ ചിലവർക്കത് കൺഫ്യൂസ് ആവും. അപ്പോൾ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ B is to C is to D കുറച്ച് വലുതായിട്ട് എഴുതാം നമുക്ക്. ഓക്കെ, A is to B എത്രയാണ്? 2:3.
B is to C 3:4, C is to D 4:5. ഫൈനൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഈ റോയിൽ ഇപ്പോൾ മൊത്തം എത്രയുണ്ട്? 3 റോ ഉണ്ടല്ലേ. അപ്പോൾ ഈ റോയിൽ ഇവിടെ 2നും 3ക്കും അപ്പുറത്ത് വേറെ ഒരു വാല്യൂസും ഇല്ല. അപ്പോൾ നിയർ വാല്യൂ 3. ഇപ്പോൾ ഇവിടെ 3 ആയിട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ 3:4 അല്ലേ, 4ൻ്റെ അപ്പുറത്ത് വേറെ വാല്യൂസ് ഒന്നുമില്ല, 4 ഫില്ല് ചെയ്യുക. 3യുടെ ഇപ്പുറത്ത് വേറെ വാല്യൂ ഇല്ല, 3 ഫില്ല് ചെയ്യുക. ദെൻ ഇവിടെ 4 5, അപ്പോൾ ഇതിന് മുമ്പ് 4 ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യണം. എയുടെ വാല്യൂ കിട്ടാൻ, ബിയുടെ വാല്യൂ കിട്ടാൻ ഇത് 3, സിയുടെ വാല്യൂ കിട്ടാൻ ഇത് 3, ഡിയുടെ വാല്യൂ കിട്ടാൻ ഇത് 3. അപ്പോൾ എയുടെ വാല്യൂ 3 × 2 6, 6 4s are 24 അല്ലേ, 24. അപ്പോൾ 3 3s are 9, 9 4s are 36. ഇവിടെ എന്ത് കിട്ടും? 48. ആൻഡ് ഇവിടെ എന്ത് കിട്ടും? 60. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? A is to B is to 3, C is to D നമുക്ക് 24 is to 36 is to 48 is to 60 കിട്ടി അല്ലേ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിതിനെ ഇത് എല്ലാം നമുക്ക് 3 ടേബിളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 is to 12 is to 16 is to 20 വരും. ഇനി നമുക്ക് 4th ടേബിളിൽ എടുക്കാം. അപ്പോൾ 4 2s are 8, 4 3s are 12, 4 4s are 16, 4 5s are. അപ്പോൾ റേഷ്യോ എന്താ കിട്ടുന്നത്? 2 is to 3 is to 4 is to 5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് 2A = 3B = 4C, ഫൈൻഡ് A is to B is to C. അപ്പോൾ എന്താ പറയുന്നത്? 2A = 3B = 4C എന്ന് പറയുന്നുണ്ട്. നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത്? A is to B is to C. ഇപ്പോൾ ഇങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 3 4 ഇതിൻ്റെ LCM എടുക്കണം. LCM ഓഫ് 2 3 4. അപ്പോൾ LCM ഓഫ് 2 3 4 നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും അല്ലേ, 12 കിട്ടും. അപ്പോൾ 12ൽ എത്ര ടൈംസ് 6? ഐ മീൻ നമ്മൾ അതിൻ്റെ LCM എടുക്കുമ്പോൾ 12/2 which is equal to 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6. ഇവിടെ 3 4s are 6, ഇവിടെ 4 3s are 12. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 is to 4 is to 3. അപ്പോൾ A is to B is to Cയുടെ വാല്യൂ എത്രയാണ്? 6 is to 4 is to 3. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം. An amount of rupees 1220 is divided among A, B, C in such a way that 3 times of A's share, 4 times of B's share and 7 times of C's share are equal. Find the share of each. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനും ഇതിനും നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എമൗണ്ട് 1200 ഇത് 3 പേര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? A, B, C. ഇതിലൊരു കണ്ടീഷൻ എന്താ പറയുന്നത്? 3 times of A's share equal to 4 times of B's share equal to 7 times of C's share. അപ്പോൾ 3A is to 4B is to 7C. അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞു ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM എടുക്കണം. 3 4 7 LCM it will be 84. അപ്പോൾ നമ്മുടെ എയുടെ റേഷ്യോ എത്ര വരും? 28 വരും. അപ്പോൾ 84 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 24 ആണ്. ദെൻ 84 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 21. ദെൻ ഇവിടെ 84 ഡിവൈഡഡ് ബൈ 7 12. അപ്പോൾ A is to B is to Cയുടെ റേഷ്യോ എത്രയാണ്? 28 21 12. ഓക്കെ, നമ്മളോട് അവരെന്താ ചോദിക്കുന്നത്? ഷെയർ ഓഫ് ഈച്ച്. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടെ എത്ര പാർട്ടുണ്ട്? 28 21 12 61 പാർട്ടുണ്ട്. അപ്പോൾ 61 പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1 2 2 0. അപ്പോൾ 1 പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 20 വരും അല്ലേ. അപ്പോൾ 28 പാർട്ട്. അപ്പോൾ എയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 × 20, ബിയുടെ 21 × 20, സിയുടെ 12 × 20. അപ്പോൾ എത്ര കിട്ടും? എയുടെ എത്ര കിട്ടും? എയുടെ
28 into 20 which is equal to 560. ബിയുടെ 21 into 20 420. സിയുടെ 12 into 2 240. ഫൈനലായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഇത് ഈ 560 420 240 ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1220 കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ കിട്ടിയാൽ നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ കോളേജ് ഇസ് 7:6. ഇപ്പോൾ അവരെന്താ പറയുന്നത്, ഒരു കോളേജിൽ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ റേഷ്യോ എന്താണ്? 7:6. ഇഫ് 100 ബോയ്സ് ജോയിൻ ദ കോളേജ്, ആ കോളേജിൽ 100 ബോയ്സ് ജോയിൻ ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ ഒരു 100 പേര് ആഡ് ചെയ്തു. ആഡ് ആയപ്പോൾ അതിൻ്റെ റേഷ്യോ എന്തായി? 5:4 ആയിട്ട് മാറി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ കോളേജ്. അപ്പോൾ ആ കോളേജിലെ ഗേൾസിൻ്റെ കൗണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റേഷ്യോ 7:6 ആണ്. രണ്ടാമത്തെ റേഷ്യോ 5:4. 5:4 എപ്പോഴാണ് മാറിയത്? 100 ബോയ്സ് ആഡ് ചെയ്തപ്പോൾ. ഇപ്പോൾ ആദ്യം അവിടെ ഒരു എന്താ പറയുക, 100 ബോയ്സ് ഉണ്ട്, 100 ഗേൾസ് ഉണ്ട്. ഇപ്പം 100 ബോയ്സ് ആഡ് ആയപ്പോൾ ഇപ്പോൾ 200 ബോയ്സും ആദ്യത്തെ 100 ഗേൾസും തന്നെയുള്ളു. ദാറ്റ് മീൻസ് ഗേൾസിൻ്റെ ഈ വാല്യൂ എപ്പോഴും സെയിം ആയിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ സെയിം അല്ല, 6 4 അല്ല, നമുക്കിവിടെ ഒന്നെങ്കിൽ 4 ഇല്ലെങ്കിൽ 6, അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് വാല്യൂ വരുത്തണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് രണ്ടിനും LCM എടുക്കണം. അപ്പോൾ 6 4 എന്ന് പറയുമ്പോൾ LCM എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 12. അപ്പോൾ 12 LCM. അപ്പോൾ 12 ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 6 into 2 12 അല്ലേ? 4 into 3 12. അപ്പോൾ നമുക്കൊരു ന്യൂ റേഷ്യോ ഫോം ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോനെ 2 കൊണ്ടും ഈ റേഷ്യോനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എഗെയിൻ ഒരു റേഷ്യോ കിട്ടും, ബോയ്സ് ഈസ് ടു ഗേൾസ്. അപ്പോൾ 7 into 2 12, 14, 6 into 2 12, എഗെയിൻ 5 into 3 15, 5 into 4 12. ഇതാണ് നമ്മുടെ ന്യൂ റേഷ്യോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗേൾസിൻ്റെ വാല്യൂ ഈക്വൽ ആയിട്ടുണ്ട്. ഇവിടെ ബോയ്സിൽ നിന്ന് 14 15, ദാറ്റ് മീൻസ് ഒരു പാർട്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഒരു പാർട്ട് ആഡ് ആയത് എത്ര പേരാ? 1 പാർട്ട് വാല്യൂ 100, ഒരു പാർട്ട് ആഡ് ആയത് 100 പേര്. അവരെന്താ ചോദിക്കുന്നത്? ഈ 12 പാർട്ടിൻ്റെ വാല്യൂ ചോദിക്കുന്നത്. 12 പാർട്ട് എന്ന് പറയുമ്പോൾ 120, 12 into 100, ദാറ്റ് ഈസ് 1200. അപ്പോൾ ഗേൾസ് എത്ര പേരുണ്ട്? 1200 പേരുണ്ട് ഗേൾസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ABC divide an amount of rupees 7200 among themselves in the ratio 5:4:3. If an amount of rupees 1200 is added to each of their shares, what will be the new ratio of their shares? ഇപ്പോൾ എന്താ പറയുന്നത്? ABC 3 പേരുണ്ട്. അവരാണെങ്കിൽ 7200 എന്നുള്ളൊരു എമൗണ്ട് അവർക്കുള്ളിൽ തന്നെ ഡിവൈഡ് ചെയ്യും. 5:4:3 എന്നുള്ള റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് 1200 രൂപ അവരുടെ ഷെയർസിലോട്ട് ആഡ് ചെയ്യും. 3 പേർക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ന്യൂ ഷെയർസിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഈ 5 4 3 ഇതിനെ നമുക്ക് 5 4 3 5 4 9 12. അപ്പോൾ 12 പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 7200. അപ്പോൾ 1 പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 600 അല്ലേ? 1 പാർട്ടിൻ്റെ വാല്യൂ 600. അപ്പോൾ നമുക്കിവിടെ എത്ര എമൗണ്ടാണ് അവർ ആഡ് ആവുന്നത്? 1200. ദാറ്റ് മീൻസ് 2. അപ്പോൾ 2 പാർട്ട് വാല്യൂ ആഡ് ആവുന്നത്. നമ്മുടെ പാർട്ട് എത്രയാണ്? 5:4:3. ഇതിനകത്തുനിന്ന് 2 പാർട്ട് വാല്യൂ ആഡ് ആവുന്നുണ്ട്. +2 +2 +2. അപ്പോൾ 5 2 പോയി കഴിഞ്ഞ് 2 കൂട്ടിയാൽ 7, 4 2 6, 3 2 5. അപ്പോൾ നമ്മുടെ റേഷ്യോ എത്രയാണ്? 7:6:5. ഓക്കെ, അപ്പോൾ ഏത് റേഷ്യോ? പുതിയ എമൗണ്ടിൻ്റെ റേഷ്യോ 7:6:5. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ.